ഒരു ട്രേഡറിൻ്റെ ജേണി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. സോ നമ്മൾ എവിടെയാണെന്നും നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടും. എല്ലാ ട്രേഡേഴ്സും പ്രോഫിറ്റബിൾ ആവുന്നതിന് മുന്നേ കടന്നു പോകുന്ന 5 സ്റ്റേജസ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജാണ് ഗാംബ്ലിംഗ്. ഈ ടൈമിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പണം നഷ്ടപ്പെടുത്തും. നമ്മൾ ഹൈ റിസ്ക് യൂസ് ചെയ്യും, ഹൈ ലിവറേജ് യൂസ് ചെയ്യും, നമുക്ക് ട്രേഡിങ്ങുകൾ ഉണ്ടാവുകയില്ല. 100% ട്രേഡേഴ്സും കടന്നു പോയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരിക്കും ഈ ഗാംബ്ലിംഗ് എന്ന് പറയുന്ന ഏരിയ. രണ്ടാമത്തെ സ്റ്റേജാണ് ലേണർ. സ്റ്റിൽ നമ്മൾ ലൂസിലായിരിക്കും, ബട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. ഒരു 70% ആൾക്കാർ മാത്രമേ ഈ ഗാംബ്ലിംഗ് നിന്ന് ലേണേഴ്സിലേക്ക് കടക്കുകയുള്ളൂ. അടുത്ത സ്റ്റേജാണ് സർവൈവർ. ഇവർ സ്റ്റിൽ ലോസിലോ ബ്രേക്ക് ഇവണിലോ ആയിരിക്കും. ഈ ഒരു സമയത്ത് ഗാംബ്ലിംഗ് മൈൻഡ് സെറ്റൊക്കെ പോയി മെൻ്റൽ സ്റ്റെബിലിറ്റി ഒക്കെ അവർ അറ്റൈൻ ചെയ്തിട്ടുണ്ടാവും. മാർക്കറ്റ് എന്താണെന്നും റിയാലിറ്റി എന്താണെന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. 35% ആൾക്കാർ മാത്രമേ ലേണേഴ്സിൽ നിന്ന് സർവൈവറിലേക്ക് സ്റ്റെപ്പ് ഓൺ ആവുള്ളൂ. അടുത്ത സ്റ്റേജാണ് എൻലൈറ്റൺ സ്റ്റേജ്. ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ പ്രോഫിറ്റൊക്കെ നമ്മൾ കണ്ടു തുടങ്ങും. നമ്മൾ ശരിക്കും എക്സൈറ്റഡ് ആവുന്ന ഈ ഒരു പോയിന്റിലാണ്. ഇതിൽ 10% മാത്രമേ സർവൈവറിൽ നിന്ന് എൻലൈറ്റണിലേക്ക് കടക്കുകയുള്ളൂ. ഈ ഒരു പോയിന്റിൽ വ്യക്തമായിട്ട് സ്ട്രാറ്റജീസ് ഉണ്ടാവും. ബാക്കി ഉള്ളതെന്നൊക്കെ പറയുന്നത് റിസ്ക് മാനേജ്മെൻറ്റും സൈക്കോളജിയും മാത്രമായിരിക്കും. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ക്യാപിറ്റലിസ്റ്റ്. ഈ ഒരു ടൈമിൽ നമ്മൾ മാർക്കറ്റിനെ പറ്റി അത്യാവശ്യം അറിഞ്ഞിട്ടുണ്ടാകും. അൺലിമിറ്റഡ് പ്രോഫിറ്റും നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. മാർക്കറ്റ് എപ്പോൾ എങ്ങനെ എങ്ങോട്ട് മൂവ് ചെയ്യുന്നുള്ള ഒരു ഐഡിയ നമുക്കുണ്ടാകും. ഇതിൽ 2% ആൾക്കാർ മാത്രമേ ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് സ്റ്റേജിൽ നിന്ന് ഉള്ള ഒരു പീക്കിലെത്തുള്ളൂ. നിങ്ങളിതിൽ ഏത് സ്റ്റേജിലാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.